ഞാൻ ജോസ് ഫിലിപ്പ് ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഫ്ലാഷ് ന്യൂസ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഇറ്റലിയിൽ ഇന്ന് 813 പുതിയ രോഗികളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം 162 പേര് മരിച്ചിരിക്കുകയാണ്. 2075 പേര് സുഖം പ്രാപിച്ചിരിക്കുകയാണ് ഈ കഴിഞ്ഞ 24 മണിക്കൂറിനകം. ഈ സ്ഥിതിഗതികൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇറ്റലി സാധാരണ രീതിയിലേക്ക് മെച്ചപ്പെട്ടു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം കൂടുതൽ ടെസ്റ്റുകൾ നടക്കുന്നു, കൂടുതൽ രോഗികൾ സുഖം പ്രാപിക്കുന്നു, ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലെ രോഗികളുടെ എണ്ണം കുറയുന്നു. ഇതെല്ലാം കണക്കിലെടുത്ത് ഇറ്റലി എത്രയും പെട്ടെന്ന് സാധാരണഗതിയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാം പലപ്പോഴും ചോദിക്കും, എന്നാണ് ഈ നിബന്ധനകളൊന്നുമില്ലാതെ സ്വന്തമായി യാത്ര ചെയ്യുവാൻ കഴിയുന്നത്? ഉത്തരം ഒന്ന് മാത്രമേ ഉള്ളൂ, എന്നാണ് വാക്സിനേഷൻ നമുക്ക് ലഭിക്കുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ സ്വതന്ത്രമായ യാത്രയും. ഇന്ന് ലോകമെമ്പാടും 118 വാക്സിനേഷൻ ടെസ്റ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊന്ന് അമേരിക്കയിലുള്ള ആൻ്റണി ഫൗച്ചിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടെസ്റ്റാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. അവർ മനുഷ്യരിൽ ഈ ടെസ്റ്റ് വാക്സിനേഷൻ പ്രയോഗിച്ചു തുടങ്ങി. അതായത് 8 സ്വയം വോളണ്ടിയറായിട്ട് വന്ന ആളുകളിൽ 18 അല്ലെങ്കിൽ 55 വയസ്സ് ഉള്ള ഇവരിൽ ആ ടെസ്റ്റ് നടത്തുകയും അതിൻ്റെ പേര് RNA 1273 എന്ന വാക്സിനേഷനാണ്. ഇത് കുത്തിവെച്ച 8 പേരിലും ആൻറ്റിബോഡി രോഗം വന്നവരിലെ പോലെ തന്നെയും അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് കണ്ടു തുടങ്ങി. ആയതിനാൽ അടുത്ത സെക്കൻഡ് ഫേസിൽ കൂടുതൽ ആളുകളിലേക്ക് ഇത് പരിശീലനം നടത്തി. ഇത് ഏകദേശം ഒരു ജൂലൈ ആകുമ്പോഴത്തേക്കും ഇതിൻ്റെ 3ാം ഫേസ്, അതായത് വളരെ കൂടുതൽ ആളുകളിലേക്ക് ഈ ടെസ്റ്റ് നടത്തുവാൻ കഴിയട്ടെ. ഇതോടൊപ്പം തന്നെ ഇറ്റലിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും തമ്മിൽ കൊളാബറേഷനിൽ നടക്കുന്ന ആ ടെസ്റ്റും എത്രയും വേഗം നടന്ന് നമുക്കെല്ലാം എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ ലഭിച്ച് ലോകമെമ്പാടും പ്രതിരോധ ശക്തി കൂടി ഈ പാന്തമിയെ അല്ലെങ്കിൽ ഈ കൊറോണയെ അതിജീവിക്കുവാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഏവർക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീമതി ശൈലജ ടീച്ചർ ലോകമെമ്പാടും പ്രശംസിക്കപ്പെടുന്നു. BBC ലൈവ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കാണുമ്പോൾ കേരളത്തെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നും. എന്നാൽ അതേ ഇന്ത്യയിൽ തന്നെ BBC ഡൽഹി റിപ്പോർട്ടർ അംബാലയിൽ നിന്നും പാവങ്ങൾ ദിവസങ്ങളോളം നടന്ന് ഗുജറാത്തിലേക്ക് മധ്യപ്രദേശിലേക്ക് നടന്നു പോകുന്നത് കാണുമ്പോൾ കുട്ടികൾ ചെരുപ്പുകളില്ലാതെ സൈക്കിളിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ നടന്നു നീങ്ങുന്ന ഈ കണ്ണുകൾ കാണുമ്പോൾ നമ്മളുടെ കണ്ണുകളും നനഞ്ഞു പോകും. ഇന്ത്യയിലെ ഇൻക്രെഡിബിൾ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന നമ്മളുടെയൊക്കെ ആർക്കിടെക്റ്റേഴ്സ്, നമ്മളുടെ ഭരണാധികാരികൾ ഈ രംഗങ്ങൾ കാണുവാൻ ഞങ്ങൾ പ്രത്യേകം താഴ്മയോട് ഇവർക്ക് എന്തെങ്കിലും ചെയ്യുവാൻ വേണ്ടി നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ അല്ലെങ്കിൽ COVID-19 നിന്ന് ഏവർക്കും വിമോചനം നേടി നമുക്ക് കൂടുതൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയണം എന്നതിൻ്റെ പേരിലാണ് വിസയില്ലാതെ ഇവിടെ ഇപ്പോൾ ഈ സാനത്തോറിയം 2020 സാനത്തോറിയം തുറക്കുവാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത്. എന്നാൽ ഈ 2 സാനത്തോറിയയിൽ വിസകൾ അപേക്ഷിക്കാവുന്നവർ, ഒന്ന് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ പുറത്ത് പാടങ്ങളിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർ, രണ്ടാമത്തത് വ്യക്തികളെ നോക്കുവാൻ വേണ്ടി ബദാന്തെ അല്ലെങ്കിൽ ഗോൾഫ്, ഈ 2 തരത്തിലുള്ള കോൺട്രാക്റ്റുകൾക്കാണ് ഈ വരുന്ന സാനത്തോറിയയിൽ നമുക്ക് സ്ഥാനങ്ങളുള്ളത്. എന്നാൽ 2019 ഒക്ടോബർ 30 ശേഷം വിസ അല്ലെങ്കിൽ സൊജോർണോ എക്സ്പയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും തസ്തികകളിലുള്ള വിസകൾ, അതായത് സ്റ്റഡി വിസ അതുപോലെയുള്ള വിസകൾ, ഈ സമയത്ത് അവർക്ക് ജോലി ഉണ്ടെങ്കിൽ പുതിയ ജോലി ഡിക്ലെയർ ചെയ്ത് വ്യത്യസ്തമായിട്ടുള്ള സൊജോർണകൾ അല്ലെങ്കിൽ വിസകൾ നമുക്ക് ഈ അവസരത്തിൽ മാറ്റാവുന്നതാണ്. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഈ മാർച്ച് 8 മുമ്പ് നമ്മളിവിടെ വന്നിരുന്നു എന്ന് സ്ഥാപിക്കുവാൻ പറ്റുന്നത്? അതൊന്ന് അവർ പറഞ്ഞിരിക്കുന്നത്, ഇതുവരെ നിയമങ്ങൾ വന്നിട്ടില്ല, അത് വരുമ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നാം ഇത് പറയുന്നതായിരിക്കും. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോ സെഞ്ഞിലെത്തിക്കുക, അതായത് ആരെങ്കിലും ഏതെങ്കിലും ഓഫീസുകളിൽ നമ്മളെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി ഫോട്ടോ എടുത്തിട്ടുണ്ടോ, നമ്മളുടെ തമ്പിനയിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഐഡൻറ്റിഫിക്കേഷൻ രേഖകൾ എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ നാം
സെൽഫ് ആയിട്ട് ഡിക്ലറേഷൻ നടക്കണം, ഒരു പൊതു പ്രഖ്യാപനം ആരുടെയെങ്കിലും സാക്ഷ്യത്തിൽ ഇന്ന ദിവസത്തിന് മുമ്പ് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മാർച്ച് 8 ശേഷം പുറത്തു പോയവർക്ക് ഇതിൽ ഇപ്പോൾ ചേരുവാൻ പറ്റില്ല എന്നാണ് ഇപ്പോഴത്തെ ഈ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഈ അവസരത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഗോൾഫ് ബദാന്തെ ഈ സെക്ടറിൽ ഒത്തിരി പ്രത്യാശയുണ്ട്, പലരും പേപ്പറില്ലാതെ വന്ന് നിൽക്കുന്നവർക്ക്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരാശങ്കയും മലയാളികൾക്കുണ്ട്. കാരണം പലരും ഇപ്പോൾ അന്വേഷിച്ചതിൻ്റെ വെളിച്ചത്തിൽ പറയുന്നത് പലർക്കും പാസ്പോർട്ട് എക്സ്പയർഡായി, അപ്പോൾ അത് പുതുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ത്യൻ എംബസിയിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇല്ല. കാരണം ഇവിടെ ലീഗലായിട്ട് വിസയിൽ വന്നവർക്ക് വേണ്ടി മാത്രമേ അങ്ങനെ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? ഈ ഇങ്ങനെ ഒരു ആശങ്കയെക്കുറിച്ച് നമ്മോടിന്ന് സംസാരിക്കുന്നത് നമ്മളുടെ ഒരു സുഹൃത്തായ മില്ലറ്റ് രാജപ്പനാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്താണെന്നും ആശങ്ക എന്താണെന്നും നമുക്ക് കേൾക്കാം. ഇവിടെ പേപ്പറില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും വഴിയാകുന്നുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഒരു നല്ല സാഹചര്യം ഒരുക്കുന്ന അവസരത്തിൽ ഞങ്ങളുടെ ഇന്ത്യൻ എംബസിയോടാണ് ഞങ്ങളുടെ ആകുലത ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. വർഷങ്ങളായിട്ട് പാസ്പോർട്ട് എക്സ്പയറി ആയിട്ട് ഞങ്ങൾ എംബസിയിലോട്ട് മെയിലുകൾ അയക്കുന്നു, നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെടുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാസ്പോർട്ടിന് എന്തെങ്കിലും ഒരു മാർഗം നിങ്ങൾ ഉണ്ടാക്കി തരണം. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്നവരാണ്, പണിയെടുക്കുന്നവരാണ്. ഇറ്റാലിയൻസിൻ്റെ കരുണ കൊണ്ട് ഡോക്യുമെൻറ്റും ഭാഷയും ഇവിടുത്തെ സ്റ്റേ പെർമിറ്റും ഇല്ലാതെ ഞങ്ങൾ അവരുടെ വീടുകളിൽ താമസിക്കുമ്പോൾ അവർ ഞങ്ങൾക്ക് തരുന്ന ഒരു സംരക്ഷണം വളരെ വലുതാണ്. ഇപ്പോൾ അവർ തന്നെ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ പാസ്പോർട്ടുകൾ നിങ്ങൾക്ക് സ്കദേൻസി ആയി പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ ഇന്ത്യൻ എംബസിയിൽ പോയി പാസ്പോർട്ട് പുതുക്കി വരൂ. ഈ ഒരു സാഹചര്യം ഞങ്ങളുടെ എംബസി എന്തോ ഞങ്ങളെ കേൾക്കാൻ ശ്രമിക്കുന്നില്ല. ഒരുപക്ഷെ എംബസിക്ക് എംബസിയുടേതായിട്ടുള്ള ചില നിബന്ധനകളും നിയമങ്ങളും ഉണ്ടാകുമായിരിക്കാം. എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇന്ത്യക്കാരെന്നുള്ള പരിഗണനയിൽ ഇന്ത്യൻ എംബസി ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർനാഷണൽ ഡെസ്കിലേക്ക് പോകാം, അന്താരാഷ്ട്ര വാർത്തകൾക്കായി. നമുക്ക് സ്ഥിരം വാർത്തകൾ തന്നുകൊണ്ടിരുന്ന ബോബി ആൻ്റണിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഇന്ന് വോയിസ് മെസ്സേജിലാണ് വാർത്തകൾ നൽകിയിരിക്കുന്നത്. നേപ്പാളിൽ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് നമുക്ക് ശ്രമിക്കാം. നേപ്പാളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 402 കടന്നിരിക്കുകയാണ്. ഇന്ന് മാത്രം പുതിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജാപ്പ ജില്ലയിൽ 9, മൊറാങ് 1, സുൻസാരി 1, സർലാഹി 2, ബക്താപൂർ 1, മക്വാൻപൂർ 1, രാമേചാപ്പ് 1, ലളിത്പൂർ 1, സിന്ദൂലി 1, ലംജുങ് 1, കപിലവസ്തു 4, നവൽപ്രാസി 1, തലസ്ഥാന നഗരിയായ കാഠ്മണ്ഡുവിൽ 3 രേഖപ്പെടുത്തിയതോടുകൂടിയാണ് നേപ്പാളിൽ 402 രോഗികൾ സ്ഥിരീകരിക്കപ്പെട്ടത്. 37 പേർ രോഗമുക്തി പ്രാപിച്ച നേപ്പാളിൽ 2 മരണവും സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സിന്ധുപാൽ ചൗക്ക് ജില്ലയ്ക്ക് ശേഷം നേപ്പാൾഗഞ്ചിലാണ് 2ാമത്തെ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ 32,604 പേർ PCR ടെസ്റ്റിന് വിധേയരായപ്പോൾ 74,649 പേർക്കാണ് RDT ടെസ്റ്റ് നടത്തിയത്. 21,623 പേർ ക്വാറന്റൈനിലാണ് നിലവിൽ നേപ്പാളിൽ. 457 പേർ ഐസൊലേഷനിലും കഴിയുന്നുണ്ട്. നേപ്പാളിൽ ലോക്ക്ഡൗൺ വളരെ കർശനമായി തന്നെ തുടരുകയാണ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ടിവിക്ക് വേണ്ടി ബോബി ആന്റണി. ഖത്തറിൽ ഇന്ന് 1637 പോസിറ്റീവ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 4487 ടെസ്റ്റുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ നടത്തിയത്. ഇതോടെ 29,957 ആക്റ്റീവ് കേസുകളാണ് ഖത്തറിലുള്ളത്. ഇതുവരെ 1,66,182 കേസുകൾ
ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 5634 കേസുകൾ റിക്കവറായിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഖത്തറിൽ നിന്നുള്ളത്, ഇന്നു മുതൽ ഖത്തറിൽ എല്ലാ കൊമേഴ്സ്യൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് ആക്ടിവിറ്റീസും നിരോധിച്ചിട്ടുണ്ട്. അടുത്ത 30-ാം തീയതി വരെയാണ് ഇത് നിരോധിച്ചിട്ടുള്ളത്. അതിൽ നിന്നും ചില സെക്ടറുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഫുഡ് ആൻഡ് കൺസ്യൂമർ ഗുഡ് സെക്ടർ, ഹെൽത്ത് സെക്ടർ, ഓട്ടോമൊബൈൽ സെക്ടർ, അതുപോലെ തന്നെ ഫാക്ടറീസ്, കൺസ്ട്രക്ഷൻ സൈറ്റ്സും അതിനോടനുബന്ധിച്ച സൈറ്റ് ഓഫീസുകൾ, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മെയിൻ്റനൻസ് കമ്പനീസ് ലൈക്ക് പ്ലംബിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ സർവീസസ്, അതുപോലെ തന്നെ കമ്പനീസ് ഡെലിവറിങ് ഓർഡേഴ്സ് ത്രൂ ഇലക്ട്രോണിക്സ് ആപ്ലിക്കേഷൻസ്, അതുപോലെ തന്നെ കമ്പനീസ് ഓപ്പറേറ്റിംഗ് ഇൻ ദി ഹോസ്പിറ്റാലിറ്റി സെക്ടർ, അതുപോലെ ലോജിസ്റ്റിക് ആൻഡ് സർവീസ് കമ്പനീസ്, ഇവരെല്ലാമാണ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള സെക്ടേഴ്സ് ഈ ഒരു തീരുമാനത്തിൽ നിന്നും. ഇനി ഈദിൻ്റെ ഹോളിഡേയ്സ് വരികയാണ്. അതുകൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു ലോക്ക്ഡൗൺ വരുന്നതുകൊണ്ട് ഒരു പരിധിവരെ രോഗം കൺട്രോൾ ചെയ്യുകയും ഹോളിഡേ കൂടി കൂടുമ്പോൾ ജനജീവിതത്തെ കാര്യമായി ബാധിക്കാത്ത രീതിയിൽ ഒരു കൺട്രോൾ വരും എന്നതാണ് ഗവൺമെൻറ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഖത്തറിൽ നിന്നും ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി ജയരാജ്. താങ്ക് യു. മാർച്ചിന് ശേഷം അയർലൻഡിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ കോവിഡ് മരണനിരക്കാണ് ഇന്നലെ ഇവിടെ രേഖപ്പെടുത്തിയത്. 4 പേർ മാത്രമാണ് ഇന്നലെ കൊറോണ മൂലം ഇവിടെ മരണമടഞ്ഞത്. 88 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. അയർലൻഡിൽ ലോക്ക്ഡൌൺ ഇളവുകൾ ഇന്നലെ മുതൽ നിലവിൽ വന്നു. എന്നാൽ ഇളവുകൾ നിലവിൽ വന്നതിന് ശേഷം ആശുപത്രികളിൽ പ്രവേശിക്കപ്പെടുന്ന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വർധനവ് വന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇന്നലെ മാത്രം 14% വർധനമാണ് രേഖപ്പെടുത്തിയത്. നിർമ്മാണ മേഖലയിൽ 50%-ലധികം തൊഴിലാളികൾ തിരികെ ജോലിയിൽ പ്രവേശിച്ചതായി സർക്കാർ വ്യക്തമാക്കി. ആളുകൾ മാസ്ക് ധരിക്കുന്നത് തങ്ങളുടെ ജീവിത രീതിയുടെ ഭാഗമാക്കി മാറ്റണമെന്ന് ഐറിഷ് ആരോഗ്യമന്ത്രി സൈമൺ ഹാരിസ് ആവശ്യപ്പെട്ടു. എല്ലാ വർഷവും അയർലൻഡിൽ നടത്തി വന്നിരുന്ന ഡബ്ലിൻ മാരത്തോൺ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ റദ്ദാക്കിയതായി സംഘാടകർ അറിയിച്ചു. ഒക്ടോബർ 25-നാണ് ഈ വർഷത്തെ ഡബ്ലിൻ മാരത്തോൺ നടത്താൻ നിശ്ചയിച്ചിരുന്നത്. അയർലൻഡിൽ നിന്നും ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി അനിൽ ചേരിയിൽ. എല്ലാവർക്കും നമസ്കാരം. അമേരിക്കയിൽ നിന്ന് ജയ്മോൻ നന്ദികാട്ട്. നാളിതുവരെ 15,55,133 രോഗബാധിതരാണ് കോവിഡ്-19 മൂലം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. 92,198 ആൾക്കാർ നാളിതുവരെ മരണമടയുകയും ചെയ്തു. ഇവിടെ സുഖം പ്രാപിച്ച് പൂർണ്ണമായി രക്ഷപ്പെട്ടവർ 3,59,137 ആൾക്കാരാണ്. മൊത്തം ക്ലോസ് ചെയ്ത കേസുകൾ 4,51,335 ആണ്. ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ 22,633 അതുപോലെ തന്നെ ഇന്നലെ മരണമടഞ്ഞവർ 1,003 ആൾക്കാരുമാണ്. ഇന്ന് ഈ നിമിഷം വരെ 4,839 ആൾക്കാർ രോഗം ബാധിക്കുകയും 217 പേർ മരണമടയുകയും ചെയ്തു. രാജ്യത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകർത്താക്കളും ജനങ്ങളുമെല്ലാം രാജ്യം റീഓപ്പൺ ചെയ്യുന്നതിനെപ്പറ്റി കൂടുതലായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഗവർണർമാരുമായി നടത്തിയ മീറ്റിംഗിൻ്റെ വെളിച്ചത്തിൽ എല്ലാ ഗവർണർമാരും കാര്യമായി റീഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മിക്കവരുടെയും പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ ഇവിടുത്തെ ഗവർണർമാർ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഉയരുന്നില്ല എങ്കിൽ ഫെഡറൽ ഗവൺമെൻറ് ഈ സ്റ്റേറ്റുകളിൽ ഇടപെടുമെന്ന് പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇനി മാസങ്ങൾ മാത്രം നിലനിൽക്കെ ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും കോവിഡ്-19 ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ റെസ്റ്റോറൻറ്റ് ചെയിനുകളുമായും അവരുടെ ഉടമസ്ഥരുമായും ഫാർമേഴ്സ്, അതുപോലെ തന്നെ റാഞ്ചുകളുടെ ഉടമസ്ഥർ, ഫുഡ് സപ്ലയേഴ്സ്, ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള മീറ്റിങ്ങിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവരുടെ സാമ്പത്തികപരമായ പരാധീനതകളിന്മേൽ എത്രയും പെട്ടെന്ന് അനുഭാവപൂർണമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അവർക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന ഫ്ലഡിൽ മിഡ് വെസ്റ്റ് സ്റ്റേറ്റിലെ നിരവധി ഡാമുകളും ബ്രിഡ്ജുകൾ, റോഡുകൾ ഇവയെല്ലാം താറുമാറാവുകയും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. കുട്ടികളുടെ ഹോസ്പിറ്റലുകളിൽ നിരവധി
കൺസേണുകളാണുള്ളത്. COVID-19 പശ്ചാത്തലത്തിൽ പുതുതായിട്ട് കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ കുട്ടികളിൽ കണ്ടു തുടങ്ങിയത് വലിയൊരു കൺസേണായിട്ട് ഇവിടെ കാണുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തനിക്ക് COVID-19 വരാതിരിക്കാനുള്ള മുൻകരുതൽ എന്നുള്ള നിലയിൽ ഹൈഡ്രോക്സി ക്ലോറിക്യൂൻ എന്ന മലേറിയ ഡ്രഗ് ഉപയോഗിച്ചതായി ഇന്നലെ മീഡിയയോട് വെളിപ്പെടുത്തി. താങ്ക് യു. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. ഓസ്ട്രേലിയയിൽ ഇപ്പോൾ 1050 COVID-19 കേസുകളാണ് നിലവിലുള്ളത്. ഇതിൽ 617 COVID-19 ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ വിയന്നയിലാണ്. ബാക്കി 433 കേസുകൾ ഓസ്ട്രേലിയയിലെ മറ്റ് 8 സ്റ്റേറ്റുകളിലായിട്ടാണ് ഉള്ളത്. മെയ് 15 മുതൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് പഠനം ആരംഭിച്ചിട്ടുണ്ട്. 9, 10, 11, 12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 3-നാണ് സ്കൂൾ ആരംഭിക്കുന്നത്. 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ 2 ബാച്ചുകളിലായിട്ടാണ് ഇപ്പോൾ പഠനം ആരംഭിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, ബുധൻ ഒരു ബാച്ച്, വ്യാഴം, വെള്ളി എന്നീ ദിവസങ്ങളിൽ അടുത്ത ബാച്ച്. ഇത് ഓരോ ആഴ്ചയിലും മാറിക്കൊണ്ടേയിരിക്കും. യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ നടക്കുന്നു. മെയ് 15 മുതൽ ഇവിടെ റെസ്റ്റോറന്റുകൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ മാസ്ക് ധരിച്ചുകൊണ്ട് 1 മീറ്റർ അകലം പാലിച്ചാണ് അവർക്ക് സീറ്റുകളിൽ ഇരിക്കേണ്ടത്. റിസർവേഷൻ സൗകര്യവും ലഭിക്കുന്നതാണ് ഇപ്പോൾ. ഓസ്ട്രേലിയയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അവധി ആഘോഷിക്കാൻ പോകുന്നവർ, ഉദാഹരണം ജർമ്മനി, ഗ്രീസ്, ഇറ്റലി, ക്രൊയേഷ്യ എന്നീ സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ 14 ദിവസത്തെ ക്വാറന്റീനിൽ പ്രവേശിക്കേണ്ടത് നിർബന്ധമാണ്. ഓസ്ട്രേലിയ പൊതുഗതാഗതം ആരംഭിച്ചിട്ടുണ്ട്. മാസ്കുകൾ എല്ലായിടത്തും നിർബന്ധമാണ്. ഓസ്ട്രേലിയ അതിർത്തികൾ തുറന്ന് പ്രവർത്തിക്കുന്നതിനെ പറ്റി ആലോചന നടക്കുന്നുണ്ട്. ഇപ്പോൾ നഴ്സിംഗ് ഹോമുകൾ, ഹോസ്പിറ്റൽ എന്നിവ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് COVID-19 ടെസ്റ്റ് നടക്കുന്നുണ്ട്. അതുപോലെ ഓൾഡ് ഏജ് ഹോമിലെ എല്ലാ പേഷ്യന്റിനെയും COVID-19 ടെസ്റ്റ് നടത്താൻ വേണ്ടി ക്രമീകരണം ആരംഭിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയ തലസ്ഥാനമായ വിയന്നയിൽ നിന്നും ഇന്ത്യൻ എക്സ്ക്ലൂസീവിന് വേണ്ടി റെജി മേലഴത്ത്. ജർമ്മനിയിൽ COVID-19 രോഗവ്യാപനം കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് ചില പ്രത്യേക ജോലി സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് മീറ്റ് പ്രോസസ്സിംഗ് കമ്പനികളിൽ രോഗവ്യാപനം വളരെ ശക്തമായിട്ട് നടക്കുന്നതായിട്ട് ജർമ്മൻ ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇതിന് കാരണം ഈ മീറ്റ് പ്രോസസ്സിംഗ് കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ താമസിക്കുന്നത് ലേബർ ക്യാമ്പിന് തുല്യമായിട്ടുള്ള സ്ഥലങ്ങളിലാണ്. വളരെയധികം വ്യക്തികൾ ഒരു പ്രദേശത്ത് ഒന്നിച്ച് താമസിക്കുന്നതാണ് ഇതിന് കാരണം. ഈസ്റ്റ് യൂറോപ്പിൽ നിന്നുള്ള ജോലിക്കാരാണ് ഇവിടങ്ങളിലെല്ലാം കൂടുതലും ജോലി ചെയ്യുന്നത്. അപ്പോൾ ജർമ്മൻ കാർഷിക മന്ത്രി ക്ലോക്കനർ ഇത് സംബന്ധമായിട്ട് ഇന്ന് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഇവിടുത്തെ നിയന്ത്രണങ്ങൾ ശക്തമാക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പരിശോധനകൾ എല്ലാം വരും ദിവസങ്ങളിൽ വളരെ കർക്കശമാക്കി നിയന്ത്രിക്കാനായിട്ട് ഗവൺമെന്റ് പദ്ധതിയിട്ടിരിക്കുന്നു. യൂറോപ്പിലെ COVID-19 കാലഘട്ടത്തിൽ വന്നിട്ടുള്ള വ്യവസായ മാന്ദ്യം പുനരുദ്ധരിക്കുന്നതിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലെ ലീഡിംഗ് രാജ്യങ്ങളായ ജർമ്മനി, ഫ്രാൻസ് ഇവര് തമ്മിൽ സംസാരിച്ച് ഒരു 500 മില്യൺ യൂറോയുടെ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്നു. ജർമ്മൻ ചാൻസലർ ആഞ്ചല മെർക്കൽ, അതുപോലെ ഫ്രഞ്ച് പ്രസിഡന്റ് മാർക്കോ അവർ തമ്മിലാണ് ഇതിന്റെ പ്രഥമ സംഭാഷണങ്ങൾ നടന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും, ഉദാഹരണത്തിന് ഇറ്റലി ഇതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ നെതർലൻഡ്സ്, ഓസ്ട്രിയ രാജ്യങ്ങൾ ഇതിന് എതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ 27 രാജ്യങ്ങളും ഇതിന് സമ്മതം മൂളിയാലായിരിക്കും ഇത്തരം പദ്ധതികൾ നടപ്പിലാവുന്നത്. തീർച്ചയായിട്ടും ജർമ്മനിക്ക് ഇതിന് വലിയ ഒരു പ്രത്യേക റോളുണ്ട്. ജർമ്മനിയുടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇതിനുവേണ്ടി പൈസ മുടക്കേണ്ടി വരുമ്പോൾ 27% പൈസ മുടക്കേണ്ടത് ജർമ്മനിയാണ്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പിൽ ജർമ്മനിക്കും ഫ്രാൻസിനും ഇത്തരം കാര്യങ്ങളിൽ സ്വല്പം മുൻകൈ ഉണ്ട്. മലയാളികളുടെ പ്രസ്ഥാനങ്ങൾ, ജർമ്മനിയിൽ വളരെയധികം പ്രസ്ഥാനങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രോഗ്രാമുകൾ മിക്കവാറും ഒക്കെ നിർത്തിവെച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു 50 വർഷത്തെ ആഘോഷങ്ങളുടെ ഒരുപാട് ഒരുക്കങ്ങൾ നടന്നു. അതെല്ലാം ഈ ദിവസങ്ങളിൽ നിർത്തിവെച്ചു. വലിയ ഒരു തിരുനാള് ജൂൺ മാസത്തിൽ വരുന്ന അത് വേണ്ടാതെ വെച്ചു. അതുപോലെ ഇവിടുത്തെ ഒരു മലയാളി കൂട്ടായ്മയായ എടത്തുവ
കൂട്ടായ്മ അവരുടെ 25 വർഷം എല്ലാ വർഷവും വളരെ ഭംഗിയായിട്ട് ഒത്തുചേർന്ന് ആഘോഷിക്കാറുള്ള അവരുടെ 25ാം വാർഷികം ഈ മാസം 6-ാം തീയതി അത് വേണ്ടെന്ന് വെച്ചു. അതുപോലെ ഇന്ത്യൻ വോളിബോൾ ക്ലബ്ബ് നടക്കാറുള്ള വർഷത്തിൽ നടക്കാറുള്ള സെമിനാർ ഒഴിവാക്കി. കൊളോൺ കേരള സമാജം 500 പേരിലധികം ഓണാഘോഷത്തിന് പങ്കെടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മ. അപ്പോൾ കേരള സമാജത്തിന്റെ ഈ വർഷത്തെ ഓണാഘോഷം സെപ്റ്റംബറിൽ ഒഴിവാക്കി. മിക്കവാറും എല്ലാ പ്രോഗ്രാമുകളും ഈ വർഷം ഒഴിവാക്കുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലോക്ക്ഡൌൺ നിബന്ധനകൾ ജർമ്മനിയിൽ മാർച്ച് 14 മുതൽ ആരംഭിച്ചത് ജൂൺ 5 വരെ തുടരും. അതുപോലെ വന്ദേ ഭാരത് മിഷൻ എയർ ഇന്ത്യ ജർമ്മനിയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യക്കാരെ കൊണ്ടുപോകുന്നതിനുള്ള പദ്ധതി 2 ഫ്ലൈറ്റുകളാണ് നിലവിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയ് 28-ാം തീയതി ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഡൽഹിക്ക് ഒരു ഫ്ലൈറ്റ്, അതുപോലെ മെയ് 29-ന് ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു ഫ്ലൈറ്റ്. ഈ 2 ഫ്ലൈറ്റുകളിലും മുൻഗണനാ ക്രമത്തിൽ, അതായത് സ്റ്റുഡൻസ്, ഇവിടെ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന മക്കളെയൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന മാതാപിതാക്കള്, അതുപോലെ വിസ തീർന്ന് ഇവിടെ ബിസിനസ്സുകാരെല്ലാം യാത്രയിലായിട്ട് ജർമ്മനിയിൽ കുടുങ്ങിപ്പോയ ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള 2 എയർ ഇന്ത്യ ഫ്ലൈറ്റുകളാണ് മെയ് 28, 29 തീയതികളിൽ ജർമ്മനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് പോകുന്നത്. COVID-19 രോഗബാധിതരായിട്ടുള്ള 1,75,000 പേരോളം ജർമ്മനിയിലുണ്ട്. ഇന്നലത്തേക്കാൾ 500 പേരുടെ വർധന. അതുപോലെ 8,007 പേര് നിര്യാതരായി. ഇന്നലത്തേക്കാൾ 72 പേരുടെ വർധന. 1,55,000 പേർ രോഗവിമുക്തരായി കണക്കാക്കുന്നു. ജർമ്മനിയിൽ നിന്നും ഡേവിസ് വടക്കഞ്ചേരി, ഇന്ത്യൻ എക്സ്ക്ലൂസീവ്. ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ ഫ്ലാഷ് ന്യൂസ് അവസാനിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല സായാഹ്നം നേർന്നുകൊണ്ട് ജോസ് ഫിലിപ്പ് സൈനിങ് ഔട്ട്. കൊറോണ വൈറസ് COVID-19 പ്രതിപാദിക്കുന്ന കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്.